ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ ഇന്നത്തെ പരിപാടി ഷോപ്പിലെത്തി. അതെ ഒരു ബ്ലൗസ് തയ്ക്കാൻ കേട്ടോ. ഇതിൻ്റെ നെക്ക് ഇത്തിരി മോഡലാണ്, പക്ഷേ അതുപോലെ ആവുമോയെന്ന് സംശയം. കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക തടിയുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഇതിമേ സാരിമേ തന്നെ ബ്ലൗസ് വരുന്നില്ല. അപ്പോൾ വിറ്റ് എന്താ പറയുക അതിന് തുണി തികയോന്നൊരു സംശയം കേട്ടോ ഒരു ഡിസൈനിൽ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ബാക്ക് പോർഷനൊക്കെ വർക്കിങ് കഴിഞ്ഞു. ഇതാ തയ്ച്ച് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രണ്ട് പോർഷനെ കൊണ്ടിട്ട് എന്താവും എന്നറിയാം. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നല്ല വെയിലല്ലേ, ഒരു കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി ഇതേ അസ്മി കൊട്ടേന്. പിന്നെ എന്താ ചിപ്സും വാങ്ങിട്ടോ എടാ. പിന്നെ ഇതേ പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ എടാ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ട്. കല്യാണം ഇതേ കണ്ടോ, പന്തലിടുന്നുണ്ട് വർക്ക്. അപ്പോൾ കല്യാണം 6-ാം തീയതിയാണ് കല്യാണം. അയ്യോ ക്ഷീണിച്ചു പോയി. പറ. താങ്ക് യു. അപ്പോൾ നമ്മൾ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേ ബ്ലൗസ്, ഇത് വേറെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് വേഗം പണി കഴിച്ച് വെച്ച് ഇനി ഇതിലേക്കുള്ള ലേസ് സാധനങ്ങളൊക്കെ പോയി എടുക്കാണ്ട്. പിന്നെ എന്താ വെച്ചാൽ നാളെ മാണിയങ്കാട് വേലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഫ്രോക്ക് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേഗം കട്ട് ചെയ്തു തയ്ച്ച്. കാരണം എനിക്ക് ഇന്ന് കുറ്റിപ്പുറം പോകാനുള്ള നേരമില്ല. അപ്പോൾ ഒന്നിച്ച് ഇനി നാളെ പോകണം. പിന്നെ നാളെ വേലയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ അത്രയും ആൾക്കാരാണ്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ വിശന്നു. അപ്പോൾ ഞാനൊരു ചിപ്സൊക്കെ എടുത്ത് കഴിച്ചു. അസ്മികുട്ടനില്ല, ഞാൻ ആണ് കടയിലുള്ളൂ കേട്ടോ. അസ്മികുട്ടൻ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ അവൻ ഉണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഇത് കണ്ട ആ ജനങ്ങൾ എന്തിനാണെന്ന് അറിയാം, നമ്മൾ രാമനെ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ കടൻ്റെ അടുത്ത് തന്നെയാണ് രാമനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ 2 ദിവസമായി ആൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കല്യാണം പോലെ തന്നെയാണ് കേട്ടോ. കല്യാണം പോലെ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെടിയൊക്കെ കൊണ്ട് എടുത്ത് വെച്ചു. കാരണം ആൾക്കാർ വന്നിട്ട് ചവിട്ടി കേടിയിട്ട് നാളേക്കൊക്കെ എൻ്റെ ചെടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സേഫായിട്ട് നമ്മുടെ ഈ തിണ്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ കുറ്റിപ്പുറം പോകട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നിനക്ക് കുറച്ച് ലേസിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ആ ഫ്രോക്കിലേക്കുള്ള ഡിസൈനും വേണം, പിന്നെ ബ്ലൗസിലേക്കുള്ളതും വേണം. അപ്പോൾ നമ്മളുടെ മാണിയങ്കാട് വേലക്കുള്ള വേല എന്നാട്ടത് അമ്പലം അതാ കണ്ടോ. അമ്പലം നല്ലപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയാപ്പെടുത്തതാണ്. അപ്പോൾ അവിടെ പിന്നെ കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട്. കുറേ ആയിട്ടില്ല, വന്ന് തുടങ്ങണുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറ്റിപ്പുറമൊക്കെ പോയി വന്നു. അപ്പോൾ ഇനി വേഗം പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ. കുറച്ച് വർക്കും കൂടി ഉണ്ട് ചെയ്യാൻ. ചില സമയത്ത് വിചാരിക്കും തയ്ക്കാനാണ് ബുദ്ധിമുട്ടെന്ന്, ചില സമയത്ത് വിചാരിക്കും നമുക്ക് ഈ ഡിസൈനൊക്കെ ചെയ്യാനാണ് ബുദ്ധിമുട്ടെന്ന്. അങ്ങനെ എന്തായാലും 2 ബുദ്ധിമുട്ടും സഹിച്ചിട്ട് ഞാനിതാ നമ്മളുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡൽ ആദ്യം അവർ തന്നിരുന്നു, പക്ഷേ അവർ തന്ന മോഡലിനെ പറ്റിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനതാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ എനിക്ക് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ചെയിലും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവാത്തത്, നല്ല വൃത്തിയിലാവാത്തത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ, നല്ലൊരു ഒരുപാട് ഹെവി വർക്കല്ല, എന്നൊരു സിമ്പിളായിട്ടും എന്നാൽ വർക്ക് ഉണ്ട് അങ്ങനെ ആയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അപ്പോൾ നമ്മളുടെ ആ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. കണ്ട നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കസ്റ്റമറിന് നല്ല ഇഷ്ടമായി, ആൾക്ക് നല്ല സന്തോഷം. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസും കൂടി ഉണ്ട്, പക്ഷേ അത് പിന്നെ വലിയ ഡിസൈനൊന്നുമില്ല, പിന്നെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഹെവി വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അത് കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത നമ്മുടെ ഫ്രോക്കാണ്. അതിനുള്ള എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ കസ്റ്റമർ പറഞ്ഞതാണ് കേട്ടോ, അവർ റെഫറൻസ് തന്നിരുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് ഇതാണ്. പിന്നെ ഇതിന്മേൽ കുറച്ച് പണിയും കൂടി ഉണ്ട്. നമ്മുടെ ഈ റിഗാളിൻ്റെ ഭാഗത്ത് ചെറിയൊരു വെയിൽ പോലെ വരുന്നുണ്ട് കേട്ടോ. ആ സാധനമൊക്കെ തയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ വിശേഷം? നല്ല വിശേഷം, ഇരിക്കും. അങ്ങനെ എൻ്റെ ഫ്രണ്ടൊക്കെ പോയി. പിന്നെ നമ്മളുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ ഞാൻ ഷോൾഡറിൻ്റെ റിഗാളിൻ്റെ ഭാഗത്തിൽ ഇത് വെക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം, നല്ല ഭംഗി. ഇതൊക്കെ പിന്നെ കസ്റ്റമർ പറഞ്ഞു തന്നെ ഉണ്ട്, അതുപോലെ തന്നെ വെച്ച്. പിന്നെ ഫ്ലവർ അവർ തന്ന ഡിസൈനല്ല, എനിക്ക് കിട്ടാത്ത കാരണം എൻ്റെ അടുത്തുള്ള ഡിസൈനാണ് ഞാൻ വെച്ചത് കേട്ടോ. അങ്ങനെ 2 വർക്കും കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മണിയായിട്ടാണ്.
ദേ കണ്ടോ ടേണ്ടടേ ഒപ്പളാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ രാവിലെയും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോറും അതിലേക്ക് ചിക്കനാണ്, പിന്നെ എന്താ അച്ചാറെന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ അതാ ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോക്കിന് ഇവിടെ ആൾക്കാർ നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു 6 മണിയാകുമ്പോൾ കറണ്ട് പോകും തന്നെ. അതാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്ക് നാളെ 10 മണിൻ്റെ ഉള്ളിൽ വേറെ ഒരു ബ്ലൗസും കൂടി ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് നമ്മളുടെ ഇതിനെന്താ പറയുക തെയ്യെന്നാ, അങ്ങനെ അവരൊക്കെ വന്ന് പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ, നമ്മളുടെ ഫ്രണ്ടിൽ പരിപാടികൾ നടക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് തയ്ക്കുക. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മളിതാ രാമണ്ണ മാല കെട്ടു. പിന്നെ ഈ ലൈറ്റൊക്കെ പിന്നെ അവർ ഇന്നാണ് ഇട്ടത്. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്താണ് കേട്ടോ. പിന്നെ നമ്മളുടെ തെയ്യംകാർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയി. പിന്നെ കറണ്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പോന്നു. ഞങ്ങളിത് അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിന്ന് കുറച്ച് നേരം പരിപാടിയൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ട അതായത് ഡാൻസ് കളിക്കുക കേട്ടോ. ആദ്യം അവന് കണ്ടിട്ടില്ല ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ വിളിച്ചു, ഒന്ന് നല്ലപോലെ കളിക്കടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതെ. അപ്പോൾ ഇന്ന് രാവിലെ ഫുഡും ഇല്ല. ഉച്ചക്കത്തെ ഫുഡാണെങ്കിലോ നേരം വൈകിയപ്പോൾ വൈകിട്ട് ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ ഒരു 7 മണി 7:30 ആയപ്പോൾ എനിക്ക് നല്ല വിശപ്പ്. ചായയൊക്കെ വാങ്ങി കുടിച്ചു. ഞാൻ അവിടെ ഇരുത്തന്നെ കേട്ടോ, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ചായയൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുത്തു. പിന്നെ അതാ ഓരോരോ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തു നിന്നുള്ള വരവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് പുതുമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കേരളത്തിൻ്റെ തനതായ അതായത് കഥകളി, മോഹിനിയാട്ടം അങ്ങനത്തെ വേഷങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വരവ് ഉണ്ടായിരുന്നു. പിന്നെ കാളന് ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 വരവ് അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഈ ഒരു രംഗം നമ്മൾ എത്ര വലുതായാലും ഈ ഒരു രംഗം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണല്ലേ. എന്താ പറയുക, ഇതിങ്ങനെ തെറിക്കണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്രാവശ്യം ഞാൻ കണ്ടതാണ് ഈ ബബിൾ റാപ്പ് പൊന്തുന്നതും. അതും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഞാൻ കഴിച്ചില്ല, എനിക്ക് പിന്നെ തൊണ്ടവേദന ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.